I take this opportunity to praise God and thank God, means to deliver God's word in Malayalam service, and probably this is the first time. ഈ സമയം നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇതെൻ്റെ ആദ്യമായിട്ടുള്ളൊരു മലയാളം സർവീസാണ്. We bring God's blessings and greetings from our institution ACS and also from our family to all of you, to pastors and to all the congregation members. ACS കുടുംബത്തിൽ നിന്നുള്ളതും എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള വന്ദനങ്ങളെയും ആശീർവാദങ്ങളെയും ഈ ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. I wish I know Malayalam. I actually can understand almost 70 to 80%, but only thing I can't speak Malayalam, so that's my issue. മലയാളം സംസാരിക്കാൻ അറിയാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എനിക്ക് മനസ്സിലാകും. 70 തൊട്ട് 80% വരെ എനിക്ക് മലയാളം മനസ്സിലാകും. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. But I will always try my best to learn languages, because I always try to learn languages, probably songs, and I know hundreds of songs in Malayalam, and I love Malayalam songs and even other language songs. ഭാഷകൾ പഠിക്കുവാൻ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ 100ഓളം അധികം ഗാനങ്ങൾ എനിക്കറിയാം. ഭാഷകൾ മലയാളം ഭാഷ പഠിക്കുവാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. And I thank God, also thank Pastor Reverend Shaiju for giving an opportunity for our college students to come and serve the Lord here in Philadelphia AG Church. പാസ്റ്റർ ഷൈജുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായി ACS കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസിന് ഇവിടെ വന്ന് മിനിസ്ട്രിയിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തതിന് പ്രിയ ദേവദാസനോട് നന്ദി. When Azzy was actually introducing me, and as if she is the church member, she actually mingled herself and then she said, "We welcome you, sir." Probably then she should have said, "Sir," means the church welcomes you, but she's almost as part of the church. She actually said, and I'm really glad about it. I praise God for that. അസി ഇൻവൈറ്റ് ചെയ്തപ്പോൾ അസി പറഞ്ഞത് ഞങ്ങൾ സഭയായി പ്രിയ ദേവദാസനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം അസി ഈ സഭയുടെ ഏകദേശമല്ല മുഴുവനായി ഈ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന് അതിനെ സ്തുതി അർപ്പിക്കുന്നു. Hallelujah. And of course, my wife and my daughter is here, and my wife actually comes from Chennai, and she's also from AG Church, Rose of Sharon AG Church, which is in Chennai. എന്നോടൊപ്പം എൻ്റെ പ്രിസാറിൻ്റെ ഭാര്യയും മകളുമായിരിക്കുന്നു. അത് You cannot say yours. You're not married yet. Probably his pastor wife. That's what I said. Probably he's actually prophesying over his life that he sees his future. Yeah, keep going. Yes. പ്രിയ ആൻറ്റി അക്ക ചെന്നൈയിൽ നിന്നാണ്. AG കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അത് Rose of Sharon AG ചർച്ചിന്റെ മെമ്പറാണ് ചെന്നൈയിൽ. And I come from a Pentecostal independent church. My father was actually serving the Lord for almost 35 years, and he's with the Lord 2 years before, and he died. But yet we are all fruitful in the ministry of the Lord. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. എൻ്റെ പിതാവ് 30 വർഷത്തിലധികമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹം നിത്യതയിൽ പ്രവേശിക്കുകയും അവർ അവരുടെ കുടുംബങ്ങളായി ഇപ്പോഴും ദൈവ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു. My father comes from a Hindu background, and actually he was a pujari in a temple, later accepted the Lord visited him, got saved and studied his Bible college studies, then came for ministry, and he suffered a lot, but yet he always trained us and taught us the faith that we have to grow and serve the Lord faithfully. ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. പിതാവ് ഒരു പൂജാരിയായിരുന്നു. എങ്കിലും ദൈവത്തെ അറിയുവാനും അതിനുശേഷം ബൈബിൾ കോളേജിൽ പഠിക്കുവാനും ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽപ്പാനും പ്രിയ ദേവദാസനെ ദൈവം ബലപ്പെടുത്തി ആ കൃപയോടെ തന്നെ ആ രീതിയിൽ തന്നെ തങ്ങളുടെ മക്കളെയും പഠിപ്പിച്ചെടുക്കുവാനും ആത്മാവിൽ നിലനിർത്തുവാനും അവരെ ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. And my mother and my
I'm the first one, eldest in my family, and after me I have a brother, and after my brother I have two sisters, twins. So both of them got married and I got married. My brother is still remaining, and we are praying for him that he should get at least before the month of June that he should get married. So also requesting the church to keep him in your prayers. മാതാവും ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമാണ് ഉള്ളത്. രണ്ട് സഹോദരിമാരുടെയും വിവാഹം കഴിഞ്ഞു. സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജൂണിന് മുൻപേ വിവാഹം നടക്കുവാനായിട്ട് നിങ്ങളുടെയും പ്രാർത്ഥനയും ചോദിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു. And I'm also glad to see ma'am means miss here, where we all serve in the same mission and ministry. So glad to see you, ma'am. And because she works in the school and we work in the college and we serve the Lord, so I'm glad to see you back. ജോളി ടീച്ചറുമായുള്ള ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ജോളി ടീച്ചർ സ്കൂളിലും പ്രിയ സാർ ബൈബിൾ കോളേജിലും വർക്ക് ചെയ്യുന്നു. ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. I actually, when Pastor Sheju has requested me, I said as long as I remember that I will come in the third week. But then last week what happened, my eye got infected and it developed into kind of eye infection. So I was literally worried because I said I will come in third week. But then what if with this I can't go? And then my voice also got almost betrayed me. And then I was praying. Then I heard from my student Azi that sir, it's not third week, it is 22nd. So I praise the Lord. Then I actually thought I missed the opportunity, but the Lord never forgets it. ആമേൻ. മൂന്നാമത്തെ ആഴ്ച കടന്നു വരുവാനാണ് പ്രിയ ഷൈജു പാസ്റ്റർ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചതെങ്കിലും ആ മൂന്നാമത്തെ ആഴ്ച എനിക്ക് കണ്ണിന് ഇൻഫെക്ഷനും അതുപോലെ തന്നെ സൗണ്ടിന് ഉള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആ ഒരു അവസരം നഷ്ടമായി പോയല്ലോ എന്ന് വിചാരിച്ചു. എങ്കിലും മസിയിൽ കൂടെ അറിയാനിടയായി തീർന്നു. അത് മൂന്നാമത്തെ ആഴ്ചയല്ല, നാലാമത്തെ ആഴ്ചയാണ്. ഇന്നാണ് കടന്നു വരേണ്ടതെന്ന് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായി കാണുന്നു. Hallelujah. And praise God. And before we proceed for the word of God, let us prepare our hearts and minds. And because of the translation, probably means there will always be an interchange of dialogues, but yet I pray that God would speak to each one of us and personally and an encounter with all of us here. നമ്മൾ വചനത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രത്യേക ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷകൾ മാറുമ്പോഴുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. And I would like to sing a Malayalam song, probably everyone knows, and this is very much personal to me, and I would like to sing that a small chorus, then immediately we will proceed for the word. The song is probably, if I am not good in pronunciation and if I does somewhere mistake, please excuse me and please forgive me, okay? Nindanam njan anubhavichu, nin sneham njan ruchicharinu. That's a song I would like to sing, and because we praise God for His love, for His providential care throughout this, from the year beginning until today. It's almost now 7-8 weeks. The Lord has kept us all safe and secure in His mighty arms. And let me sing the song. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. Of course, our hearts are filled with God's love and gratitude for Him. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ നന്ദിയാൽ, ദൈവത്തോടുള്ള നന്ദിയാൽ, ദൈവത്തോടുള്ള സ്തുതിയാൽ നിറഞ്ഞിരിക്കുകയാണ്. Let us all turn our Bibles to the book of Numbers chapter 23 verse 1. സംഖ്യാപുസ്തകം 23. Numbers. Okay. Numbers chapter 24 verse 1. സംഖ്യാപുസ്തകം 24 അധ്യായം അതിന്റെ 1-ാം വാക്യം. Can somebody read it aloud in Malayalam and let us hear, then I'll proceed further towards God's ഒരാൾക്ക് message. മലയാളത്തിൽ ഉറക്കെ വായിക്കാമല്ലോ. അത് But he set his face toward the wilderness. The last line of it. മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. Now we all know this passage where Balaam and Balak, where Balak has requested and ordered Balaam, the prophet of God, to go and curse God's people. But Balaam, even though he admitted that he will curse, but no words of curse that came from his mouth, but only the blessing came from his mouth. നമുക്ക് ഈ പാസേജിൽ കാണാൻ കഴിയുന്നത് ബിലയാമിനെയും ബാലാഖിനെയുമാണ്. എങ്കിലും ബാലാഖ് തൻ്റെ ബിലയാമിനോട് പറഞ്ഞു, ആ രാജ്യത്തെ ശപിക്കുവാൻ പറഞ്ഞപ്പോഴും പക്ഷേ ബിലയാമിന്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു ശാപത്തിന്റെ വാക്കുകൾ വന്നില്ല, അനുഗ്രഹത്തിന്റെ വചനങ്ങൾ മാത്രമാണ് വന്നത്. When God created, during his creation, God never created wilderness, but he always made his people whom he is going to make and create in the future. He prepared everything for them, because the whole garden was not a wilderness, but it was filled with green pastures, trees and fruits and animals, and where God blessed the place and not a wilderness. But yet God allows in certain situations where we need to go through the experience of wilderness. ദൈവം ഒരിക്കൽ പോലും ഒരു മരുഭൂമിയുടെ അല്ലെങ്കിൽ ഒരു നിർജ്ജനാവസ്ഥ ദൈവം സൃഷ്ടിച്ചിരുന്നില്ല. എങ്കിലും നമുക്ക് കാണാം, ദൈവം ആദ്യമായി ഗാർഡൻ ഏദൻ തോട്ടം നിർമ്മിച്ചപ്പോഴും അതിലൊരിക്കൽ പോലും അത് പച്ചപ്പും ഉള്ളതായി കാണാൻ കഴിയുന്നു. എങ്കിൽ ഒരിക്കലും ഒരു മരുഭൂമിയുടെ അവസ്ഥ, ഒരു നിർജ്ജനാവസ്ഥ ഇല്ല. എങ്കിൽ പിന്നത്തേതിൽ ആളുകൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിർജീവിതാവസ്ഥകളെ അവർക്ക് അനുഭവിക്കേണ്ടതായി വന്നതായി കാണുവാൻ കഴിയുന്നു. Probably if you have any struggle, just stop me, no problem. Yeah, so you should not feel difficult, because the translation is much more important, where it just get communicated. If there is anything, you can just stop me and then I'll just try to interpret it. And now when God blesses his people, no man can stop it. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യനും അതിനെ തടുക്കുവാൻ കഴിയുകയില്ല. Any schemes of the devil, any schemes of any human being will never overtake God's blessings. ശത്രുവിന്റെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന്റേതായ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഒരിക്കൽ പോലും ദൈവത്തിന്റെ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ കഴിയുന്ന അവസ്ഥകളുണ്ട്. Today if you ask the people of God, especially people who are in church, what is the sign of God's blessing? What is God's blessing to you? People can say many things that they are blessed. ഒരിക്കൽ ഒരുപക്ഷെ നമ്മുടെ സഭകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവ മക്കൾ എന്നുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും, എന്താണ് അനുഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതികളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Now what is God's blessing to God's people? ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം എന്താണ്? God has blessed me with a good house. ദൈവം നല്ലൊരു ഭവനം എനിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. God has blessed me with probably means a good car where I can just come and means to church and then can just go. എനിക്കൊരു നല്ലൊരു വാഹനം നൽകിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ചർച്ചിൽ കടന്നു വരുവാനും മറ്റു ആവശ്യങ്ങൾക്ക് കടന്നു പോകാനും എനിക്കൊരു നല്ലൊരു വാഹനം നൽകിയിട്ടുണ്ട്. And probably where even say, oh my family is so healthy, where people are dying, but God has kept us healthy. So probably that would be a blessing that you can boast of or even proud of. അനേകർ രോഗികളായും അനേകർ മരണത്തിലേക്കും കടന്നു പോകുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം പരിപാലിച്ചു, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു എന്ന് പറയുന്നതാണോ അനുഗ്രഹം? When outside the world, when you ask people what is God's blessing in your life,
പക്ഷെ നമ്മൾ പുറത്തുള്ളവരോട് ചോദിക്കുക എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് ചോദിച്ചു They കഴിഞ്ഞാൽ always talk about the material blessings. അവരെപ്പോഴും ദൈവം ചെയ്യുന്ന നന്മകൾ അല്ലെങ്കിൽ സാമ്പത്തികമായും ഫിസിക്കലിയുമുള്ള നന്മകളെ കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത്. And I have a good house, probably I have 2-3 houses, I have a land, I have some jewels, gold, silver, I have car in front of my house, and I have everything. Probably that is what God's blessing to them. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ തങ്ങളുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ജുവലറീസ് അല്ലെങ്കിൽ അവർ ധരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭവനം, അവരുടെ വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളായിരിക്കാം അവർക്ക് ഒരു നന്മയായി കാണുന്നത്. But even many believers, the people of God, failed to see what is God's blessing in their lives, but rather they only focus on the material blessings today. ഒരുപക്ഷെ നമ്മൾ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവർ പോലും ഒരുപക്ഷെ ഈ കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ചുരുക്കി മറ്റ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ അവർ വൃഥാവാക്കി കാണുന്നു എന്ന് ചിന്തിക്കുവാൻ കഴിയുന്നു. But nobody talks about the invisible blessings of God in our lives. എങ്കിലും ഒരിക്കൽ പോലും നമ്മൾ സംസാരിക്കുന്നില്ല ദൈവം ചെയ്യുന്ന അദൃശ്യമായ പല അനുഗ്രഹങ്ങളെ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെപ്പറ്റി What we cannot see through our eyes. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരുപക്ഷെ കാണുവാൻ കഴിയാത്തത്. Salvation is a big blessing to us. രക്ഷ എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു അനുഗ്രഹം. There are many wise people outside the world, but we are saved and we are seated here in God's presence. ഒരുപാട് ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ പല രീതികളിൽ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ടെങ്കിലും മെറ്റീരിയലി അനുഗ്രഹിക്കപ്പെട്ടവരുണ്ടെങ്കിലും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷ പ്രാപിച്ചായിരിക്കാൻ കഴിയുന്ന നമ്മൾ മാത്രമാണ്. There are many richer people who are outside, but still, even though if I can say I am rich in Christ, whether I am poor in Christ doesn't matter, but God saved us with His grace. അനേക സമ്പന്നന്മാർ പുറത്തുണ്ടെങ്കിലും ഞാൻ ഒരുപക്ഷെ ക്രിസ്തുവിൽ ദരിദ്രനാണോ സമ്പന്നനാണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി എന്റെ ജീവിതത്തിൽ ഞാൻ രക്ഷ അനുഭവിച്ചു എന്ന് പറയാൻ കഴിയുന്നതാണ് നമ്മുടെ അനുഗ്രഹം. And grace is His blessing. കൃപ എന്നത് അടുത്തതായി കാണുന്ന കൃപ എന്നതാണ് ഒരു അനുഗ്രഹമായി കാണുവാൻ കഴിയുന്നത്. In Tamil the verse goes, நான் நிற்பதும் நிர்மூலமாகாமல் இருப்பதும் தேவனுடைய கிருபையே. In Tamil it says just keep. തമിഴിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ നിൽക്കുന്നതും ഞാൻ നിലനിൽക്കുന്നതും ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണെന്ന് കാണുവാൻ കഴിയും. Don't you think that is the greatest blessing that we can boast of? അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. Now where Balak is calling Balaam to come and curse his own people. ബാലാക് ബിലെയാം പ്രവാചകനെ വിളിക്കുന്നത് തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. But Balaam, he set his face towards wilderness. ബിലെയാം തന്റെ മുഖം മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് തല തിരിക്കുവാൻ ഇടയായി. Nobody loves wilderness. ആർക്കും ഒരുപക്ഷെ മരുഭൂമിയുടെ അവസ്ഥ ഇഷ്ടമായിരിക്കില്ല, including the people of Israel. ഇസ്രായേൽ ജനത്തിന് പോലും അതിന് താല്പര്യമില്ലാത്തവരാണ്. Instead of going for 40 days throughout the wilderness journey, when they about to reach the land of Canaan, because of their disobedience and murmur against God and stiff-necked, and where the Lord extended from 40 days to 40 years to roam in the wilderness. 40 ദിവസം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യേണ്ടതിന് പകരം അവരുടെ ശാഠ്യം അല്ലെങ്കിൽ ദൈവത്തോടുള്ള പാപം നിമിത്തം അവരെ 40 വർഷത്തെ ആ ഒരു മരുഭൂമി യാത്രയിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ അവർക്കുണ്ട്. 40 days the Lord turned 40 years. 40 ദിവസത്തെ 40 വർഷമാക്കി ദൈവം മാറ്റി. None of them liked the wilderness experience. ആർക്കും ആ ഒരു മരുഭൂമിയുടെ അവസ്ഥ ഇഷ്ടമാകില്ല. What is wilderness then? എന്താണ് ആ മരുഭൂമിയുടെ അവസ്ഥ? In wilderness you will see nothing. മരുഭൂമിയിൽ നമുക്കൊന്നും കാണുവാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല. It is only dry. അതൊരു ഉണങ്ങിയ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. You will never see a green leaves and flowers or anything that is green as far as you see. മരുഭൂമിയുടെ അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ഒരു പച്ചപ്പ് കാണുവാൻ കഴിയില്ല. ഒരു നല്ലൊരു ചെടിയോ അല്ലെങ്കിൽ നല്ല പച്ചപ്പായ ഒരു സ്ഥലമോ നമുക്ക് കാണുവാൻ കഴിയാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. When Sarah chased out Hagar and Hagar came to wilderness, put his child down, and she was thirsty and said, Lord, it is better for me and for my child to die rather than to live in wilderness. സാറായി തന്റെ ദാസിയായ ഹാഗാറിനെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഹാഗാറും ഇഷ്മായേലുമായി അവർ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ച് ഹാഗാർ ഇഷ്മായേലിനെ നിലത്തിട്ടിട്ട് പറയുന്നുണ്ട്, ഇനിയും എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല, നീ എന്നെ എടുത്തുകൊള്ളുവീൻ, എന്റെ കുഞ്ഞിനെ എടുത്തുകൊള്ളുവീൻ എന്ന് പറയുന്ന. Even though she was standing in the wilderness, her life itself had gone wilderness. അവൾ ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ നിൽക്കുമ്പോഴും തന്റെ ജീവിതം തന്നെ ഒരു വല്ലാത്തൊരു നിർജ്ജനാവസ്ഥയിലേക്ക്, ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് isolated. ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോയി. Don't know where to go, what to do, to whom to seek for help. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എവിടെ എന്ത് പറയണമെന്ന്, ആരോട് സംസാരിക്കണമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. All of us have experienced the same wilderness experience in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ആ മരുഭൂമിയുടെ അവസ്ഥ അനുഭവിച്ചിട്ടില്ലയോ? We were left alone. നമ്മൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥകളില്ലയോ നമ്മുടെ ജീവിതത്തിൽ? Nobody was there to help.
നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകൾ നമ്മുടെ Even we ജീവിതത്തിൽ can't വന്നിട്ടില്ല. help ourselves in that wilderness. നമുക്ക് ഒരുപക്ഷെ നമ്മൾക്ക് നമ്മളെ തന്നെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ നമ്മൾ പോയ Probably സാഹചര്യങ്ങളുണ്ട്. when a husband tell to his wife that I am going through this, probably the husband may not be able to understand. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും ഭർത്താവിനെ പോലും അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ And the ഉണ്ടായിട്ടില്ലേ? husband tells his wife, the wife may not be able to understand. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞപ്പോഴും ഭാര്യയ്ക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. When the children tells to their parents, they may not be able to understand what situation or wilderness experience that they are going through. കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളോട് തങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാകുവാൻ കഴിയാത്ത പോയ But സാഹചര്യങ്ങളില്ലേ? even in that wilderness, ഈ സാഹചര്യത്തിലും ഈ മരുഭൂമിയുടെ അവസ്ഥയിലും the moment you cry, Lord, why is this happening to me? Why I am left alone? Immediately God comes and attends and he encounters with ഈ us. സാഹചര്യങ്ങളിലും ഈ മരുഭൂമിയുടെ അവസ്ഥയിലും നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മളോട് ചേർന്നിരിക്കുന്നതാണ് ഒരു അനുഗ്രഹമായി That's കാണുന്നത്. what when Hagar cried out, immediately the angel of the Lord came and then made springs even in the wilderness where no human comprehension could able to understand it. ഹാഗാറിന്റെ അവസ്ഥയിൽ ഹാഗാർ ആ ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ ആ മരുഭൂമിയുടെ അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് തനിക്ക് വേണ്ടി ആ നീരുറവയെ തുറന്ന് തനിക്ക് വേണ്ടി വാതിലുകളെയും വഴികളെയും തുറന്ന് ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ The കാണുന്നത്. same wilderness experience when people of God, where the people of Egyptians are just chasing through, when they do not have place where to go, what to do and what to eat and what to drink, and immediately they murmured, but still there was one person called Moses and he interceded for people. Even in wilderness, God provided what they need to drink and to eat. ഇസ്രായേൽ തങ്ങളുടെ മരുഭൂ യാത്രയിൽ ഈജിപ്ഷ്യൻസ് മിസ്രൈമർ അവരെ പിന്തുടർന്നപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് എന്ത് ചെയ്യും, എങ്ങനെ കഴിക്കും, എന്ത് കുടിക്കുമെന്നുള്ള അവസ്ഥയിലും ദൈവം അവർക്ക് വേണ്ടി മോശ ഇടിവിൽ നിന്നത് കാരണം ദൈവം അവർക്ക് വേണ്ടി വാതിലിനെ അവർക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ നൽകിയതായി കാണുവാൻ കഴിയുന്നു. Even when we feel that our lives is like wilderness, but still God comes there, attends us, encounters with us and provides everything that we need. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ മരുഭൂമി നമ്മൾക്ക് ഒറ്റപ്പെടലിന്റെ അവസ്ഥകളാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അതിന്റെ ഇടയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. Wilderness experience is not new for the people of Israel. ഇസ്രായേൽ ജനത്തിന് ഒരു മരുഭൂമിയുടെ അവസ്ഥ ഒരു പുതിയ കാര്യമല്ല. Their grandfathers and forefathers and foremothers, they have all gone through that wilderness experience, but this generation does not know what is wilderness, but they are going through wilderness experience. ഇസ്രായേൽ ജനത്തിന് ഒരുപക്ഷെ ഈ മരുഭൂമിയുടെ അവസ്ഥ പുതിയ കാര്യമല്ല. അവരുടെ പിതാക്കന്മാർ മുതൽ അവരുടെ മുത്തശ്ശന്മാർ മുതലുള്ള കാലത്തിലെ അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തവരാ. എങ്കിൽ ഈ തലമുറ അവർ ഇതുവരെ ആ ഒരു മരുഭൂമിയുടെ അവസ്ഥ അവർ അനുഭവിച്ചിട്ടില്ല. എങ്കിലും ഈ സാഹചര്യത്തിൽ അവർ മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച almost 4 times where Balak was actually provoking Balaam to go and curse, but Balaam repeatedly said, if the Lord does not want to curse his people, what am I supposed to do? Only the word of blessings that comes from my mouth, only what the Lord says I will do it. ആമേൻ. ബാലാക്ക് തന്റെ ബിലെയാം പ്രവാചകനോട് പറയുന്നുണ്ട്, നാല് പ്രാവശ്യത്തിലധികമായി ബിലെയാമിനോട് പറയുന്നുണ്ട് പോയി ആ ജനത്തെ ശപിക്കൂ എന്ന് പറയുമ്പോഴും ബിലെയാം പ്രവാചകൻ പറയുന്നുണ്ട് എൻ്റെ ദൈവം എൻ്റെ നാവിൽ തരുന്നതല്ലാണ്ട് ഞാൻ ഒന്നും പറയുകയില്ല. എൻ്റെ ദൈവം ആ ജനത്തെ അനുഗ്രഹിക്കാൻ പറയുന്നുവെങ്കിൽ ഞാൻ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ മാത്രം പറയും, ശാപം എൻ്റെ വായിൽ നിന്ന് വരികയില്ല. But now the people of Israelite, all of them came and were in the wilderness pitching their tent by tribe and families by families. ആ ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് കടന്നു വന്ന് അവരുടെ ഗോത്രങ്ങളായി അവർ ആ ടെന്റുകളെ കെട്ടി അവർ അവിടെ പാളയം കെട്ടി അവിടെ താമസിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Just imagine if you could read that one verse, chapter 24 verse 5. Can somebody read it in Malayalam? അതിന് 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിക്കാമോ? How fair are your tents, O Jacob, your encampments, O Israel. Now imagine in the wilderness journey, people does not have place where they can sleep. They only can pitch a tent and then sleep there and then remove the tent. Again when they move from that wilderness to another place, they have to remove the tent, again go to another place and pitch the tent again.
ഈ സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ മരുഭൂമിയുടെ അവസ്ഥയിൽ അവർ ഒരു സ്ഥലത്ത് വന്ന് പാളയം ഇറങ്ങി ആ ടെന്റുകൾ കെട്ടി താമസിക്കുമ്പോൾ അതിന് ശേഷം അടുത്തടുത്തേക്ക് പോകുമ്പോൾ അവരത് ഇളക്കി അടുത്തടുത്ത് കൊണ്ടുപോയി ചെയ്യേണ്ട സാഹചര്യമാണ്. അവിടാണ് ഈ വാക്യം നമ്മളെ കാണുവാൻ കഴിയുന്നത്. How many years they were walking in wilderness? എത്ര വർഷം അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു? 40 years. 40 വർഷത്തോളം അവർ യാത്ര ചെയ്തു. Even if you buy as your sandal, your slipper, whether it is Bata company or whatever company with pure leather, how long do you think that it will probably you can use it? നമ്മൾ ഇന്നൊരു ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ പോലും അതൊരു ബാറ്റയുടെ കമ്പനിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്യുവർ ലെതർ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, എങ്കിലും അത് എത്ര നാളത്തേക്ക് അത് നിലനിൽക്കും? 40 വർഷം നിൽക്കുമോ? None of their torn were clothes, none of their even sandals were torn off. അവരുടെ വസ്ത്രങ്ങളോ അവരുടെ ചെരുപ്പുകളോ ഒന്നും നശിച്ചു പോകാതെ ദൈവം അവരെ പരിപാലിച്ചു. How many times they might have pitched the tent and then removed the tent, pitched the tent and removed the tent, and probably even the tent would have gone torn out. എത്ര പ്രാവശ്യം അവർ ആ പാളയം ഇറങ്ങിയപ്പോൾ അത് അഴിക്കുകയും അവരുടെ ടെന്റുകൾ അഴിക്കുകയും കുടിലുകൾ അഴിക്കുകയും വീണ്ടും പണിയുകയും വീണ്ടും അഴിക്കുകയും ചെയ്യുമ്പോൾ അത് കീറിപ്പോകാമെന്ന്, അത് നശിച്ചു പോകാവുന്ന അവസ്ഥയില്ലായിരുന്നു. Probably they might have stitched the tent. അവർ ആ കൂടാരങ്ങളെ തയ്ച്ചുകൊണ്ട് കീറിയത് തയ്ച്ച അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. With that tent, when they pitched in the wilderness, and the Lord said, oh, from heaven he sees the tent. Oh, whether your tents are torn out doesn't matter to me, but still it is beautiful for me when I look from heaven. അവർ ആ കൂടാരങ്ങളെ മരുഭൂമിയിൽ കെട്ടിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിയിട്ട് പറയുക, എത്ര മനോഹരമായ കുടിലുകൾ, എത്ര മനോഹരമായ വാസസ്ഥലങ്ങളാണ്. അത് ഒരുപക്ഷെ കീറിയതായിരിക്കാം, ഒരുപക്ഷെ അത് തയ്ച്ചതായിരിക്കാം, എങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ അത് മനോഹരമായി കാണുവാൻ ഇടയായിത്തീർന്നു. God never sees how human sees or people sees you. മനുഷ്യർ എങ്ങനെ കാണുന്നു എന്നുള്ള പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. And verse 2 it says, this is the first point I wanted to share. അതിന്റെ രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു, അതാണ് ഞാൻ ആദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. The whole sermon is based on why God allows us to go through the wilderness experience. ഈ ഒരു പ്രസംഗം മുഴുവൻ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ദൈവം നമ്മളെ ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ നടത്തുന്നു എന്ന് കാണുവാനാണ്. Nobody likes that wilderness experience. ആർക്കും ആ മരുഭൂമിയുടെ അവസ്ഥ ഇഷ്ടമായി എന്ന് വരികയില്ല. It's a season of dry. അതൊരു ഉണങ്ങിയ കാലഘട്ടമാണ്. It's a season of isolation. അതൊരു ഒറ്റപ്പെടലിന്റെ കാലഘട്ടമാണ്. And there is no living things also would survive to the heat and to the place. ആ ചൂടിന്റെ ആ മരുഭൂമിയുടെ അവസ്ഥയിൽ ഒരു ജീവനുള്ളതിനും നിലനിൽക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ കഴിയാത്ത കാലഘട്ടത്തിൽ കൂടെയാണ്. Still the Lord allows his people to go through that wilderness experience. പക്ഷേ എങ്കിലും ദൈവം തന്റെ ജനത്തെ ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ നടത്തുവാൻ ആഗ്രഹിച്ചു. Do you think that he is going to leave you alone and then suffer alone and die? ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? No, he never does that. നമ്മുടെ ദൈവം അത് ഒരിക്കലും ചെയ്യില്ല. Even when he allows you to go through it, ആ അവസ്ഥയിൽ കൂടെ ദൈവം നിങ്ങളെ നടത്തുമെങ്കിലും അതിനെ അനുവദിക്കാത്ത ഒരു ദൈവമാണ്. That's why Psalmist says in Psalm chapter 23, even if I walk through the valley of the shadow of death, I fear no evil, for you are with me even in the death of valley. സങ്കീർത്തനം 23 ഇപ്രകാരം പറയുന്നു, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ മുന്നേറി പോകുക തന്നെ ചെയ്യുമെന്ന്. Even when I walk through this wilderness experience, never fear alone, because the Lord is with me and he will strengthen me. ഈ മരുഭൂമിയുടെ അവസ്ഥയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തളരേണ്ട ആവശ്യമില്ല. നമ്മളെ മുന്നോട്ട് നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളതിനാൽ. Why are you lamenting? എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നു അല്ലെങ്കിൽ വിലപിക്കുന്നു? Why are you so sad about it? എന്തുകൊണ്ട് നിങ്ങൾ അതിൽ ദുഃഖത്തിലായിരിക്കുന്നു? Why are you even complaining against the Lord? എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പിറുപിറുക്കുന്നു? Why are you fighting with the Lord because of the wilderness experience? എന്തുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ fight, യുദ്ധം ചെയ്യുന്നു? But even amidst of all these things, if you believe that the Lord has redeemed you, the Lord has saved you, and you will know when the Lord leads you throughout that wilderness journey, and he is going to be with you, he is going to provide you, and there is an experience where you have never experienced before. Your life's going to be changed after that experience. ഇങ്ങനത്തെ സാഹചര്യത്തിലും ഈ ഒരു മരുഭൂമിയുടെ അവസ്ഥയിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവം തന്റെ രക്ഷ അയച്ച്, ദൈവം നമ്മളെ രക്ഷിച്ചത് കാരണം നമുക്ക് അതിനെ മുന്നേറുവാൻ, നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ വേദനയുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാകിയാൽ ദൈവത്തെ സ്തുതിക്കാമല്ലോ. Second verse, verse 2. അതിന്റെ രണ്ടാം വാക്യം നമുക്ക് Can somebody read it?
Yeah, he lifting up his eyes because he's standing on the mountain, and in the valley people are there pitching their tents, and he saw, and then he said, now go it. ബിലയാം മരുഭൂമി ആ മലയുടെ മണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ ബിലയാം തല ഉയർത്തി നോക്കിയപ്പോൾ ഗോത്രമായി താമസിക്കുന്നത് കാണുവാനിടയായി തീർന്നു. And the second part of the verse, അതിന്റെ രണ്ടാം ഭാഗം ഒന്ന് വായിക്കാമോ? Okay, enough Amma. Now if you would see, immediately when he lift up his head and his eyes and saw the people of Israelite, the Spirit of God came heavily upon him. ദൈവം ബിലയാം തല ഉയർത്തി നോക്കുകയും ഉടനെ ഗോത്രങ്ങളായി താമസിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ബിലയാമിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ബിലയാം സംസാരിക്കുകയാണ്. First he turned his face towards wilderness. ആദ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് മരുഭൂമിയിലേക്ക് തല തിരിക്കുന്ന ഒരു ബിലയാമിനെ. The moment he turned his face towards wilderness, the Spirit of God came and filled him, and the Lord started to speak. ആ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് തല തിരിച്ച ബിലയാമിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരികയും അവിടെ നിന്ന് അനുഗ്രഹത്തിന്റെ വചനങ്ങൾ സംസാരിക്കുകയും When you ചെയ്യുകയാണ്. know that the Lord is going to lead you towards the wilderness experience, never be afraid. നിങ്ങളെ ഒരു പക്ഷേ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നുവോ, ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. It's not you, the Lord who is going before you. നിങ്ങളല്ല മുൻപേ പോകുന്നത്, നിങ്ങൾക്ക് മുൻപേ കടന്നു പോകുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. And it's not because of your strength that you're going through the wilderness, but it is the Spirit of God who will fill you and who will strengthen you to go through it. നിങ്ങളുടെ ശക്തിയാലല്ല നിങ്ങൾ മരുഭൂമിയിൽ കൂടെ മുൻപോട്ട് പോകുന്നത്, ആ അവസ്ഥയിൽ കൂടെ മുൻപോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളതിനാൽ, ദൈവത്തിന്റെ ശക്തി നമ്മളോട് കൂടെ ഉള്ളതിനാലാണ്. The first thing why the Lord allows us to go through that wilderness is എന്തുകൊണ്ട് ദൈവം നമ്മളെ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ ഭാഗ്യം. it is a place where God encounters his people. ആ ഒരു സാഹചര്യത്തിലാണ് ദൈവം തന്റെ ജനവുമായുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആ ഒരു ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം കാണുവാൻ. Only when you are alone the Lord is able to speak with you and encounters with you. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കുകയുള്ളൂ. That is why Jacob had to leave his family to the other shore, and he traveled to the other shore, and he was actually fighting with the Spirit of God, with the angel of the Lord till morning, and he said, unless you bless me, and I'm not going to leave you. അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബ് തന്റെ കുടുംബത്തെ അക്കരെ എത്തിച്ച ശേഷം മടങ്ങി വന്ന് ആ ദൈവത്തിന്റെ ദൂതനുമായി മല്ല് പിടിക്കുന്ന ഒരു രംഗം കാണുന്നത്. അവിടെ പറയുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആ ഒറ്റപ്പെടലിന്റെ സാഹചര്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഇടയായി. When you feel that you are alone, you are never alone, and the Lord is with you, and he encounters face to face with you, speak to you personally, and the Lord will fill you with his Spirit. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, വേദനയുടെ സാഹചര്യങ്ങളിൽ, ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ നമുക്ക് മുൻപേ വന്ന് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടുണ്ട്. Because the Lord knows very well, oh, you are only running after your family, after your husband, after your wife, after your children, after your work, and you keep on thinking about only these things, even though that I have given everything to you, but you have forgotten me, and you forgot to encounter alone with me, and you forgot to even spend some time alone with me. But rather, when the Lord takes you through that wilderness experience, he wants us to be alone and spending time with him, and therefore he speaks to us, interacts with us, and reveal many things about us and our families. ഒരുപക്ഷെ നമ്മുടെ കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുൻപോട്ട് ഓടുകയായിരിക്കും. നമ്മുടെ ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന്റെ ആവശ്യങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒറ്റപ്പെടലിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ നമ്മളെ തടയുന്നുണ്ടോ എന്ന്. ആ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലേക്കാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നീയും ഞാനുമായി ഉള്ളൊരു ബന്ധത്തിലേക്ക് എന്നുള്ള രീതിയിൽ. Many of us can tell us this excuse. What is the excuse? I'm not able to pray, pastor. I'm not able to read Bible, pastor. I always try to sit for prayer. I always try to sit for Bible reading. Some other disturbances which I've never experienced, or probably nobody has come to my home as a guest. Probably no phone call came, but only when I sit for reading the Bible, only when I sit for prayer, and all the disturbances comes. Why does it come? നമ്മൾ എപ്പോഴും എക്സ്ക്യൂസസ് അല്ലെങ്കിൽ നമ്മൾ അഥവാ പറയുന്ന ആളുകളാണ്, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള സമയത്തിന് വേണ്ടി ചിലവഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു നമ്മളെ വന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത ഗസ്റ്റുകൾ വീട്ടിൽ വരികയും നമുക്ക് വിളിച്ചിട്ടില്ലാത്ത
അറിയാത്തവർ പോലും ഫോണിൽ വിളിക്കുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകും. ആ സാഹചര്യങ്ങളിലും ദൈവത്തോടുള്ള ഒറ്റപ്പെടൽ ആ ഒറ്റ സമയത്തിൽ നിന്ന് നമ്മളെ തടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. When we have the excuse to say, Lord, I am very busy. The Lord knows my heart very well. I am busy with my work, I am busy with my family, and I am busy with everything. നമ്മൾ ആ പല സാഹചര്യങ്ങളിലും നമ്മുടെ ഡൗട്ട് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ദൈവമായിട്ടുള്ള സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആ കാര്യത്തിൽ ഞാൻ തിരക്കാണ്, ഈ കാര്യത്തിൽ ഞാൻ തിരക്കാണ്, പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവസാന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. When we give this excuse, if the Lord takes it very seriously and he does something, നമ്മൾ ഇങ്ങനെയുള്ള ഈ റീസൺസ് പറഞ്ഞ് നമ്മൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് ഇത് കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം അത് സീരിയസ് ആയി എടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. For example, Lord, I am very busy with my work and I don't have time to pray. Probably the Lord will tell you one thing. നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും, ഞാൻ എൻ്റെ ജോലിയിൽ വളരെയധികം തിരക്കാണ്, എനിക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്ന് ദൈവത്തോട് പറയാം. അപ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, Okay, you want some time, you don't have time. Time is there, only we are not there. നമുക്ക് സമയമുണ്ട്, പക്ഷെ നമ്മൾ ആ സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. Probably, what if the Lord says, okay, I'll give you enough time. Chalo, let me take out the job. What you telling as an excuse, let me take it out. Now you don't have any work. Sit 24/7 at home, read Bible, do prayer. How long do you think if the Lord makes it things to happen, if we keep on giving as an excuse, probably it is my work and it is my family or anything. What if the Lord takes away and we don't have any other duty, only to sit and keep reading Bible and keep talking to God in prayers? നമ്മൾ പലപ്പോഴും ഈ എക്സ്ക്യൂസസ് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയും, എൻ്റെ ജോലി കാരണം എനിക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് പറയുക, കുഴപ്പമില്ല, നീ ചെലവഴിച്ചു 24 മണിക്കൂർ ഞാൻ നിനക്ക് തരാം, ഞാൻ നിൻ്റെ ജോലി അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, എൻ്റെ കുടുംബത്തിനോടൊപ്പം എനിക്ക് ഈ കാര്യത്തിന് പോകണം, എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവം ഒരുപക്ഷെ പറയാം, ഞാൻ ആ കാര്യങ്ങളൊക്കെ നിനക്ക് ഫ്രീ ആക്കി തരാം, നീ 24 മണിക്കൂറും ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ടാകുമോ? Am I not talking practicality? Am I talking practical? ഞാൻ സംസാരിക്കുന്നത് പ്രായോഗികമായ കാര്യങ്ങളല്ലയോ? If the Lord does it, where we will go? ഈ ദൈവം നമ്മളോട് അങ്ങനെ കൽപ്പിച്ചാലും നമ്മൾ എവിടേക്ക് പോകും? If the Lord takes away my job, my work, and what am I going to do next? നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജോലി എടുത്ത് മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗം എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകാൻ പോകുന്നത്? Work should never be an excuse. ഒരിക്കലും നമ്മുടെ ജോലി ഒരു എക്സ്ക്യൂസ് ആയി മാറരുത്. Family should never be an excuse. നമ്മുടെ കുടുംബം ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാക്കി മാറ്റരുത്. Should never be an excuse. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒരു എക്സ്ക്യൂസ് ആയി മാറരുത്. When the Lord takes you to that wilderness journey, the Lord literally wanted to have a personal encounter with you. ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ, ആ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമായുള്ള ഒരു ഏകാഗ്രതമായ ഒരു ബന്ധത്തിലേക്ക്, ആ പേഴ്സണൽ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. It is only you and the Lord. നീയും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്. It is only you and the Lord. നീയും ദൈവവുമായി മാത്രമുള്ള ഒരു ബന്ധത്തിലേക്ക്. Nor your husband, nor your wife, nor your children. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ അല്ല. Let everyone have that personal encounter with God, where wilderness journey, when the Lord allows you to take through that wilderness and he wants to encounter with you personally. ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് ആ ഒറ്റയ്ക്കുള്ള ദൈവമായിട്ടുള്ള ഏകാഗ്രതമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുമായി അല്ലെങ്കിൽ കുടുംബമായുള്ള കാര്യത്തിൽ നാമും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. Hallelujah. May the Lord induces and provokes our heart this morning, and when we say, Lord, I should never give an excuse, but always when I go through that wilderness experience, and I should understand and I should feel proud and I should feel with the strength that the Spirit of God should strengthen me, that I have an encounter with the Lord personally. ഈ ഒരു സാഹചര്യത്തിലും ദൈവം നമ്മുടെ ഉള്ളിൽ ഉത്ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക്, ഞാൻ ആ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റെ ദൈവമായിട്ടുള്ള ആ പേഴ്സണൽ ബന്ധത്തിലേക്കൊന്ന് കടന്നു ചെല്ലണം. എനിക്ക് മറ്റുള്ളതിനേക്കാൾ ഉപരിയായി എൻ്റെ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിലേക്കൊന്ന് കൂടുതൽ അടുക്കുവാൻ ഇടയായി തീരണമെന്നാണ്. When Jacob took a stone
and then lay in the wilderness just because he was afraid of his brother and who is actually running after his life. And then when he was sleeping, the Lord encountered him in the wilderness, where Jacob is saying, oh, where the wolves are howling, but the Lord's hand found me and then picked me up from there in the wilderness. മരുഭൂമിയുടെ അവസ്ഥയിൽ തന്റെ സഹോദരൻ തന്നെ പുറകെ വന്നപ്പോഴും യാക്കോബ് ആ ഒരു സാഹചര്യത്തിൽ കല്ലെടുത്ത് തലയെണ്ണയായി വെച്ചുകൊണ്ട് കിടന്നപ്പോൾ ദൈവമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ, ആ ഒരു ദൈവമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. കുറുനരികളും മറ്റു കാര്യങ്ങളുമുള്ള സാഹചര്യത്തിലും എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയാനിടയായി തീർന്നു എന്ന് പറയുന്നുണ്ട്. Anything that comes in that wilderness experience, the Lord is with you and wanted to have an encounter with you. ആ you. മരുഭൂമിയുടെ അവസ്ഥയിൽ എന്ത് സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, പക്ഷേ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. Never be afraid of ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. Never be afraid of anyone. ഒരിക്കലും ആരെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. When the Lord ആവശ്യമില്ല. is with you, what man can do to you? ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ഒരു മനുഷ്യനും നമുക്ക് നേരെ നിൽക്കുവാൻ കഴിയുകയില്ല. Hallelujah. Amen. This is what the Lord speaks. It is the place, the wilderness journey and wilderness experience where the Lord encounters with his people. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവം തന്റെ ജനവുമായി സംസാരിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. And secondly, why wilderness experience? രണ്ടാമതായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നു? In wilderness experience, the Lord does not leave alone his people, but he leads his people. ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം ഒരിക്കലും തന്റെ ജനത്തെ വെറുതെ വിടുകയില്ല. ദൈവം മുന്നിൽ നിന്ന് നയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Probably when a husband promised his wife and the wife promised her husband during their wedding, I will be with you till death do us apart, and nobody is there. ഒരുപക്ഷെ നമ്മൾ വിവാഹത്തിന്റെ സമയത്ത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി എടുക്കും, അന്ത്യത്തോളം നമ്മൾ ഒരുമിച്ച് കാണും, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി നിലനിൽക്കും എന്നൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ അത് പ്രായോഗികമായി കാണുവാൻ കഴിയാത്ത അവസരങ്ങളുണ്ടാകും. And you know what are the marriages that are happening today, and you get married today and after 1 week and people file for divorce. ഇന്നത്തെ വിവാഹങ്ങൾ ആ ഒരു അപ്രകാരമാണ് കടന്നു പോകുന്നത്. ഇന്ന് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഡിവോഴ്സിന് വേണ്ടി ഫയലുകൾ സമർപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. The one who promised you, I will be with you, and after 1 month, 1 week, probably even after the next day, and people file for divorce. I do not want you, and whatever the promise that we have made, it's already broken now. നിന്നോട് കൂടെ അവസാനം വരെയും ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ വിവാഹത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അവർ അതിൽ നിന്ന് ആ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് ദൈവവുമായി ചെയ്ത ഉടമ്പടിയിൽ നിന്ന് മാറി അതിനെ തെറ്റിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നു. In South Indian culture, we always have this problem, isn't it? നമ്മുടെ സൗത്ത് ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. Most of the mothers, especially ammakal, yeah, എല്ലാ അമ്മമാരും what do they say? Oh, I have a son. Even if my daughter marries and go to another house, my son is there to protect me, provide me everything, even in my old age. എൻ്റെ വാർദ്ധക്യത്തെ സമയത്തും എൻ്റെ മകൾ വിവാഹം കഴിച്ച് പോയെങ്കിലും എനിക്ക് വേണ്ടി ഒരു മകനുണ്ട്, ആ മകൻ എന്നെ പരിപാലിച്ചോളും, എന്നെ നോക്കിക്കോളും എന്നൊക്കെ പറയുന്ന അമ്മമാരെ നമ്മൾ കാണാറില്ലയോ? Probably when all the mothers they say, no, யார் இருந்தா என்ன இல்லைன்னா என்ன, என் மகன் என் கூட இருக்கான், நான் பெத்த ஒரே மகன், it's my only son who will take care of me. Probably when he gets married, when wife comes in his life, and probably he's away and then leaves the mother alone there in the middle of the road. There are many instances where we could literally witness people. But remember, when people gives promises, they might not be able to fulfill it, but when God promises you that he will lead you, and he will lead you through that wilderness experience. ചില അമ്മമാർ പറയുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ പെറ്റ എൻ്റെ മകൻ എനിക്ക് വേണ്ടി നിലനിൽക്കും, ആരൊക്കെ പോയാലും എന്നെ നോക്കുവാൻ എൻ്റെ മകൻ കാണുമെന്ന് പറയുമ്പോഴും ഒരു പക്ഷേ ആ വിവാഹശേഷം അവർ അതിൽ നിന്ന് മാറി ആ അമ്മയും അപ്പനെയും വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ മനുഷ്യൻ മറക്കുമ്പോഴും മറക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കാമല്ലോ. Hallelujah. One of the mothers, of course I have a lot of experience. One of the mothers whom I taught means BCS, Bachelor of Christian Studies, in Senate of Serampur course, and at the time I used to take class. So that mother used to tell me, Thambi, you pray for my son to get married. The son also got married. Okay, after that what happened?
ഞാൻ സെനറ്റ് സെറാംപൂരിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം എന്ത് നടന്നു എന്ന് നമുക്ക് കേൾക്കാം. Now after he got married, probably the affection with his mother slowly changed a little bit. Now there is somebody, because he used to share everything before marriage with his mother, even when he goes outside, come in, and then what he ate, what he did with his friends, everything he used to share. But now somebody who has come in his life as a wife, and now he started sharing with his wife, probably skipped a little bit his mother. And mother felt very bad, and she called me up in the early morning around 6 o'clock, and she said, Thambi, see, my son is no more sharing anything with me, and now he's sharing everything with his wife. That is natural, isn't it? വിവാഹശേഷം ആ മാതാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആ മകൻ്റെ സ്നേഹത്തോടുള്ളതിൽ ഇച്ചിരി അളവിന് കുറവ് വന്നോ എന്ന് കാണുവാനിടയിൽ തീർന്നു. കാരണം വിവാഹശേഷം അതിനു മുൻപേ എല്ലാം ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാം മാതാവിനോട് പങ്കിടുന്ന മകൻ അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ പറയാതെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവഗണിക്കുവാൻ തുടങ്ങി. അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ അമ്മ തിരിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, എൻ്റെ മോൻ എന്നെ ഇപ്പോൾ വിളിക്കുന്നില്ല, എൻ്റെ മോൻ എനിക്കിപ്പോൾ പഴയ പോലെയുള്ള സ്നേഹം നൽകുന്നില്ല എന്ന് പറയാനിടയിൽ. Oh, probably then all the mothers who are already having sons and who is ready for marriage probably will by today itself they will tell, hey, what pastor said, it never do it, and you have to be under me even if your wife comes. I hope you will not do that. You are all wonderful mothers, I know. ഇന്ന് ഈ പ്രസംഗത്തിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ വിവാഹം കഴിക്കാനുള്ള മക്കളുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞേക്കും, ഇന്ന് പാസ്റ്റർ പറഞ്ഞ കേട്ടല്ലോ, നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്, ഞാൻ പറയുന്നതായിരിക്കണം ആദ്യത്തെ കാര്യം അവസാനത്തെ കാര്യം എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ നിങ്ങൾ ആരും പറയില്ല. നിങ്ങൾ നല്ല മാതാപിതാക്കൾ. Actually indirectly telling his mother this is what will happen. I think she is listening. She's there. Oh, I think she didn't listen then. No, God blesses our families. Why I'm sharing these things? Because we all depend upon each other, but never fully depend upon anyone else except the Lord. Never depend upon anyone else. Even probably I'm married to my wife, but I cannot depend fully upon her, and when she cannot be fully depending upon her, probably in this world, but there is somebody who is above my wife, my husband, my children, my family, where what all I have today, it's because he have given, and where I prioritize him because he leads me. ആമേൻ. നമ്മൾ ഒരുപക്ഷെ മനുഷ്യരിൽ ആശ്രയിക്കുമായിരിക്കാം, എങ്കിലും അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഒരുപക്ഷെ കുടുംബത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയത്തിലേക്ക് നമുക്ക് ഒരുപക്ഷെ കുടുംബമായി കഴിയത്തില്ല. ഭർത്താവുമായി, ഭാര്യയുമായി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് എപ്പോഴും കഴിയില്ല. എങ്കിലും നമ്മളുടെ ആശ്രയം, നമുക്ക് എപ്പോഴും ആശ്രയം വെക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ നാമമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ആ ദൈവം നമ്മളെ അവസാനത്തോളം കരുതിക്കോളും. Prioritize God and his presence, and therefore he will lead you. Wilderness place is a place not just to focus upon your business over your families, but focus and prioritize God. ആ മരുഭൂമിയുടെ അവസ്ഥ ഒരുപക്ഷെ ഒരിക്കലും മുന്നോട്ട് കടന്നു പോകാൻ where you prioritize God in your wilderness journey, and the Lord will take care of everything else. നമ്മൾ ആ മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവത്തിന് പ്രാതിനിധ്യം കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ആ സാഹചര്യങ്ങൾ, ഏത് സാഹചര്യങ്ങളാണെങ്കിലും ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുക തന്നെ ചെയ്യും. In Tamil there is a proverb, probably in all of south and north, what doesn't matter, in Indian proverb, let's say, and it is to say pati bhakti, right? Pati bhakti. Tamil no, not Tamil, it is actually Hindi. In any language I know. ഇന്ത്യയിൽ പൊതുവായി പറയപ്പെടുന്ന ഒരു proverb ഉണ്ട്. It's okay. What do you mean by pati in Hindi? Husband. Bhakti? Respect. Bhakti or devotion. Pati bhakti means my husband is my God. In Hindu tradition they have Purushane kan kanda deivam. That means I did not see God with my eyes, but my husband is my God. That's what Indian people they say, many women. നമ്മുടെ ഹിന്ദു കൾച്ചറിലാണെങ്കിൽ പോലും ഒരുപക്ഷെ പറയുന്നുണ്ട്, ഭർത്താവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ട ദൈവമായി ആരാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും ആദ്യമായി കാണാൻ കഴിയാത്തൊരു ദൈവമായി ആദ്യമായി കാണാൻ കഴിയുന്ന ഒരു ദൈവമായിട്ടാണ് ഭർത്താവിനെ പലപ്പോഴും കാണുന്നത്. Many people have this belief, my husband is my God.
പലർക്കും ഒരു വിശ്വാസമുണ്ട് എൻ്റെ ഭർത്താവാണ് എൻ്റെ ദൈവം എന്ന്. Probably we don't do that. നമ്മൾ ഒരുപക്ഷെ അത് ചെയ്യില്ലായിരിക്കും. Neither you tell your husband you are my God, neither the husband tells his wife you are my God. നമ്മൾ ഒരുപക്ഷെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലായിരിക്കും നിങ്ങളാണ് എൻ്റെ ദൈവം എന്ന്. But when you prioritize God over your family, husband, wife and children, there is a problem. When you prioritize your family more than God, then there is a problem. ദൈവത്തെക്കാൾ ഉപരിയായി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ കുടുംബത്തെയോ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. I will never say I'm not going against the family. You should love your wife, you should love your husband, you should love your children. But when you love your family more than God, then there is a problem. ഞാൻ ഒരിക്കലും പറയുകയല്ല നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കരുതെന്ന് പറയുകയല്ല. കുടുംബത്തെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. എങ്കിലും അതിനേക്കാൾ ഉപരിയായി അവർക്ക് കൊടുക്കുന്നതിനേക്കാളും മുഖ്യ സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനിടയായി തീരണം. In this wilderness experience, it is only you and God alone. ഈ മരുഭൂമിയുടെ സാഹചര്യത്തിൽ നാമും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരിക്കണം. Only you and God alone. ഞാനും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ബന്ധമാണ്. Even you should take your family, but take them, but tell them and teach your children that you should also have a personal encounter with God, where the Lord will lead you, hold your hand, and He will lead you through, and you will never be afraid of anything. ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളോടൊപ്പം കാണും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം കാണും. ആ സാഹചര്യത്തിലും നിങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. മരുഭൂമിയുടെ അവസ്ഥയിലും ദൈവമായിരിക്കണം നിങ്ങളുടെയും നിങ്ങളുടെ പ്രധാന വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെയും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ. More than the other experience, the wilderness experience is much more sweeter for us. ഈ ജീവിതത്തിൽ മറ്റ് സാഹചര്യങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും കുറച്ചും കൂടെ മാധുര്യമേറിയത്. The Lord allows, and wilderness is a place where God leads His people. ഈ മരുഭൂമിയുടെ അവസ്ഥയിലാണ് ദൈവം നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ അല്ലെങ്കിൽ ദൈവം നമ്മളെ മുൻപോട്ട് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. And I have my daughter, she is going to be 2 in March 10, and sometime means the moment I just opened the door after finishing my classes and then come, by hearing the sound of the door only, she will running and come to me, appa appa appa, and then she just comes to me. എൻ്റെ മകൾ രണ്ട് വയസ്സാകാൻ പോകുന്ന കുഞ്ഞാണ്. ഞാൻ കോളേജിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ കതക് തുറക്കുമ്പോൾ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ഓടി വന്നിട്ട് അപ്പ എന്ന് പറഞ്ഞ് എന്നിലേക്ക് ഓടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. Sometimes I will not carry her, immediately pick her up. ഒരുപക്ഷെ ഞാൻ പെട്ടെന്ന് എടുക്കാറില്ല പല സാഹചര്യങ്ങളിലും. But still, until she tells me appa appa, open her arms wide, and till I pick her up, she will never stop crying, she will never stop yelling at me to say appa, carry me, appa appa appa. Then when I picked her up, then immediately her sounds get shut down and she immediately smiles, just look at me and smiles. ഒരുപക്ഷെ ഞാൻ പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പോലും ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പ എന്നെ എടുക്കുന്നുള്ള രീതിയിൽ കൈകളെ ഉയർത്തിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും. ആ എടുത്ത് ഒക്കെ തിരുത്തുന്നത് വരെ ആ കുഞ്ഞിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ആ കരച്ചിലിൻ്റെ ശബ്ദം കുറയുകയില്ല. ആ എടുത്ത് കൈകളിലേക്ക് ഏന്തുന്ന സമയത്തേക്ക് ആ കുഞ്ഞ് ശാന്തമാകുകയും എന്നെ നോക്കി ചിരിക്കുന്ന ഒരു സാഹചര്യവും കാണുവാൻ കഴിയും. Probably when we are crying unto the Lord, till He picks you up, and when you see Him with a smiling face, oh, this is what the Lord is going to do, and whatever, till the Lord carries me, till the Lord picks me up, and I'm not going to shut my mouth but keep on crying unto the Lord, because He leads me through this wilderness. ഈ മരുഭൂമിയുടെ അവസ്ഥയിലും എനിക്ക് ആരുമില്ലെന്ന് വിചാരിക്കുന്ന സമയത്തും ഞാൻ ആ കരഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിന്ന് നമ്മളെ മാറാതെ അത് അനുദിനം നമ്മൾ എപ്പോഴും ദൈവത്തോട് ആ ഒരു ബന്ധത്തിലായിരിക്കുവാൻ കരഞ്ഞുകൊണ്ട് ദൈവമേ എന്നെ ഒന്ന് കാണണമേ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് എടുക്കണമേ എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലും അനുഭവിച്ചറിയുവാനിടയായി തീരണം. And lastly, അവസാനമായി, why the Lord allows us through this wilderness. ദൈവം എന്തുകൊണ്ട് നമ്മളെ ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ കടന്നുവിടുന്നു? Wilderness is a place where the Lord opens His people's eyes. മരുഭൂമിയുടെ അവസ്ഥ തൻ്റെ ജനത്തിൻ്റെ കണ്ണുകളെ തുറക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവം. Where your eyes were blind so far, നിങ്ങളുടെ കണ്ണുകൾ ഒരുപക്ഷെ അടയപ്പെട്ട കണ്ണുകളായിരിക്കാം. where you are not able to see God's goodness in your lives, even though the Lord was faithful to you. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ കാണുവാൻ കഴിയാതെ അല്ലെങ്കിൽ ദൈവം അത് അനുഭവിക്കാൻ കഴിയാതെ ആയിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. We always have means this cry, Lord, I don't have this, I don't have that, I don't have this, I don't have that. But remember, God has given you life,
and you should be thankful to God for it. നമ്മൾ പലപ്പോഴും അത് എനിക്കില്ല, ഇത് നമ്മൾ പല കാര്യങ്ങളിലും എനിക്കില്ല എന്നുള്ള പരിഭവം നമ്മൾ പറയുമെങ്കിലും അതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു നല്ല ജീവനെ നൽകിയിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് വേണ്ടി നൽകപ്പെട്ട ആ ജീവിതത്തെ നന്ദിയോടെ ഓർക്കുവാൻ ഇടയെത്തിയിരുന്നു. What are the basic and fundamental human needs? എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ? What are the human fundamental needs? എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായ മനുഷ്യനൊരു അത്യാവശ്യമായ കാര്യങ്ങൾ? Okay, food. We need to eat food. Okay. ഭക്ഷണം, Water is okay. Shelter. ഭവനം, And then clothes. You Vastram. need food to eat, cover your body, your shame for clothes, and then thirdly, you need a place to live. ഒന്ന് നമുക്ക് ഭക്ഷണം വേണം, രണ്ട് വസ്ത്രം വേണം, നമ്മുടെ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം വേണം, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ താമസിക്കുവാൻ നല്ലൊരു ഭവനവും വേണം. Doesn't the Lord has put any one of us here who did not provide you food 3 times? 3 നേരം ഭക്ഷണം ഇല്ലാതായിരിക്കുന്ന ആരെങ്കിലും ദൈവം നമുക്ക് നൽകാത്തവരായി ആരെങ്കിലും നമ്മുടെ ഈ മധ്യത്തിലുണ്ടോ? A roof to stay and spend our lives. ഒരു മേൽക്കൂര ഇല്ലാത്തൊരു ഭവനം ഉള്ളവരായി ആരെങ്കിലും ഉണ്ടോ? Probably we went half naked because I did not have a good cloth. ഒരുപക്ഷെ നല്ലൊരു വസ്ത്രമില്ലാതെ നമ്മൾ ഒരു വസ്ത്രം മാത്രം ധരിച്ചു പോയ സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. Does anyone can say, I did not get all of these things, the Lord has just left me alone? എനിക്ക് ഈ 3 കാര്യങ്ങളും ദൈവം നൽകാതെ പോയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? When you have all these things, only from your mouth there is only one thing that should come. Lord, I thank you and praise you for everything that you have blessed me with. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ 3 കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയപ്പോഴും നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏത് സാഹചര്യത്തിലും ഞാൻ അങ്ങയെ സ്തുതിക്കും, എനിക്ക് നൽകപ്പെട്ട എല്ലാത്തിനും ഞാൻ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. The Lord knows very well when to bless you and with what he should bless you. ദൈവത്തിന് അറിയാം എപ്പോൾ നിന്നെ അനുഗ്രഹിക്കണം, എന്തുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കണമെന്ന്. And remember, when your eyes are blind enough not to see what the Lord is doing, and it's the right time, the Lord takes you to the wilderness and opens your eyes and to see nothing but the Lord is with you. നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥയിലും നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും ദൈവം നമ്മുടെ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അഴിച്ചുകൊണ്ട് ആ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുള്ളത് അറിയിക്കുവാൻ, അത് അനുഭവിച്ചറിയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കും. Remember the COVID time? കോവിഡ് സമയം ഓർക്കുക. How many of our neighbors have died? നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന എത്ര പേർ നമ്മളെ വിട്ടുപോയി? How many of our family members and relatives have died? നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ എത്ര പേർ നമ്മളെ But did the വിട്ടുപോയി? Lord leave you and forgotten you? ദൈവം നിങ്ങളെ മറന്നു കളയാതെ നിങ്ങളെ പരിപാലിച്ചില്ലയോ? He never left you and he never forsook you. ദൈവം നിങ്ങളെ മറന്നു കളയാതെ, ദൈവം നിങ്ങളെ വിട്ടുകളയാതെ ദൈവം നിങ്ങളെ നടത്തി. And only thing we should open our eyes wide open and see, oh, the Lord is taking me through the wilderness, and I will never be afraid whatever that comes ahead of me. ആ മരുഭൂമിയുടെ അവസ്ഥയിൽ ആ കണ്ണുകളെ തുറന്നു കഴിയുമ്പോഴും പറയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാഹചര്യത്തിലും ഈ വേദനകളുടെ സാഹചര്യത്തിലും എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്, എന്നെ കരം പിടിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട് എന്ന് പറയുവാൻ. The same people of Israelite, what they have witnessed through their eyes, the Lord was going in front of them with a pillar of cloud and with a pillar of fire, but still they were able to say, oh, did you bring us to die in the wilderness? And they murmured against Moses. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിന്റെയും ഇടയിൽ കൂടെ സഞ്ചരിച്ച ഇസ്രായേൽ ജനം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുക്കുവാൻ തുടങ്ങി. നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ വെച്ച് നശിപ്പിക്കുവാനാണോ എന്ന് ചോദിച്ച അവസ്ഥകൾ ഉണ്ടായിരുന്നു. We have seen with the same eyes what the Lord has done for us and for our families and for our churches and for our ministries, but still if there is a doubt is actually prevailing over your hearts, and there you should question yourself whether you are in wilderness or in a comfort zone. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ണുകളെ തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നമ്മളെ നടത്തിയ അവസരങ്ങൾ കണ്ടവരാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഡൗട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങളും ഉണ്ടോ? അത് നമ്മൾ മരുഭൂമിയുടെ അവസ്ഥയിലാണോ, അതോ ഞാൻ എൻ്റെ സന്തോഷകരമായ സാഹചര്യത്തിലാണോ എന്ന് ചോദിക്കും. And you are going to say, Lord, open my eyes wide open. ദൈവമേ, എൻ്റെ നാവിനെ ഒന്ന് wide open ഒന്ന് തുറക്കുവാൻ ഇടയായി തീരണമേ. And let me see you.
എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കുവാൻ ഇടയായി തീരണം. എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. That's why Job said, even in my flesh I will see him. Even the whole world get destroyed, even my whole body gets perished, but yet I will see when he comes and stands on this earth. It's my eyes who will witness and see him. യോബ് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദേഹം ക്ഷയിച്ചാലും ഈ ലോകം നശിച്ചു പോയെങ്കിലും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട്, ഞാൻ എൻ്റെ നിത്യമായ കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്ന് യോബ് പറഞ്ഞതുപോലെ. He was in his wilderness experience. Everyone left alone. His wife said, curse God and die. She left. Friends said, you are a criminal, and that's why the Lord is making you suffer. Everybody left. It is a wilderness experience, but yet he was able to have a word of hope to say, the Lord is there with me and I shall see him one day. എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തി കടന്നുപോയ സാഹചര്യങ്ങളും, തൻ്റെ ഭാര്യ തന്നെ ശപിച്ച സാഹചര്യങ്ങളും, തൻ്റെ സുഹൃത്തുക്കൾ തന്നെ കുറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളിലും, ആ മരുഭൂമിയുടെ അവസ്ഥയിൽ യോബ് ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിന്ന് മാറാതെ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ട് അവനെ ദൈവം വിടുവിക്കുവാൻ ഇടയായി. The Lord takes you through that wilderness, wide open your eyes and see what the Lord has prepared for you ahead. നിങ്ങൾ ആ മരുഭൂമിയുടെ അവസ്ഥയിലും കണ്ണുകളെ തുറന്നുകൊണ്ട്, ആ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് തുറന്നുകൊണ്ട് ആ ദൈവം ചെയ്ത നന്മകളെ അറിയുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാൻ ഇടയായി തീരട്ടെ. Never get distracted by what happens to your right, to your left. നിങ്ങളുടെ ഇടത്തും വലത്തും എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാതെ അതിനെപ്പറ്റി അത് കണ്ടുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാൻ ഇടയായി. Probably there are things that are there to discourage you. When you see it and you are discouraged, but when you fix your eyes on the Lord and on the journey that you are going to be ahead, and remember the Lord is with you even in that wilderness when he opens wide your eyes. പല സാഹചര്യങ്ങളിലും നമ്മുടെ മുന്നിലുള്ള കാഴ്ചകൾ നമ്മളെ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്നതായിരിക്കാം. എങ്കിലും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എന്നെ നടത്തും. എൻ്റെ മുന്നിൽ എനിക്ക് വേണ്ടി നിന്ന് ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്നു തരുന്ന ഒരു ദൈവമാണ് എന്നോട് കൂടെ. Going to tell Lord, let me not blind my eyes to your truth. Let me not blind my eyes to the provision that you make for me. Let me not blind my eyes to the miracle that is ahead of me, but rather open my eyes to encounter with you, to see you and to see the leading that you are going ahead of me. ദൈവമേ, എൻ്റെ കണ്ണുകളെ അടയ്ക്കാതെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൾ അങ്ങ് ചെയ്ത നന്മകൾ, അങ്ങ് നടത്തിയ വഴികളെ ഓർക്കാതെ, അല്ലെങ്കിൽ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ കാണാതെ വണ്ണം എൻ്റെ കണ്ണുകളെ മറയ്ക്കാതെ അങ്ങയുമായുള്ള ബന്ധത്തിൽ ആ വിൽഡർനെസ്സിൽ, ആ മരുഭൂമിയുടെ അവസ്ഥയിൽ എൻ്റെ കണ്ണുകളെ തുറന്നുകൊണ്ട് ദൈവം ചെയ്ത നന്മകളെ എൻ്റെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ ഇടയാക്കി തീർക്കണമേ. Let me fix my eyes only on you, not on anything else. എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് മാത്രം ഒന്ന് ഉയർത്തുവാൻ, മറ്റുള്ളതിലേക്ക് പോകാതെ എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് ഒന്ന് ഉയർത്തുവാൻ ഇടയായി തീർക്കണമേ. Let's all read one verse and then we will all stand together. അവസാനമായി ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് Hebrews chapter 12 verse 1 and 2. എബ്രായ ലേഖനം 12:1-2. Hebrews chapter 12 verse 1 and 2. എബ്രായ ലേഖനം 12:1-2. We are all going to read together, okay? എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. Yes. ഓട്ടം സ്ഥിരതയോടെ വിശ്വാസത്തിന്റെ നായകനും Verse 2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അവലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. When the Lord takes me over there, I am going to only look on to Jesus and nothing else I'm going to look upon. ഞാൻ എന്നെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കോട്ടെ, ആ സാഹചര്യത്തിന്റെ മുൻപിൽ ഞാൻ എൻ്റെ കണ്ണുകൾ ക്രിസ്തുവിലേക്ക് മാത്രം ഉയർത്തിക്കൊണ്ട്, എൻ്റെ ദൈവത്തിലേക്ക് മാത്രം ഉയർത്തിക്കൊണ്ട്, മുൻപിലുള്ളതിനെ ഞാൻ നോക്കാതെ, പിൻപിലുള്ളതിനെ ഞാൻ നോക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം നോക്കാൻ When Balaam sets his face to the wilderness, probably he would not like it, but yet the Lord wants him to go through it because he encounters him. ബിലയാം ഒരിക്കൽ ഒരുപക്ഷെ തൻ്റെ തലകളെ ആ മരുഭൂമിയിലേക്ക് തിരിച്ചപ്പോഴും അത് തനിക്ക് ആഗ്രഹമുള്ള കാര്യമായിരിക്കത്തില്ല. എങ്കിലും അതിനേക്കാൾ ഉപരിയായി ആ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ഒരു നന്മ അത് പ്രവചിക്കുവാൻ അവനെ അദ്ദേഹം ബലപ്പെടുത്തി. In that wilderness the Lord will encounter with you. ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവം നിങ്ങളെ നടത്തുക തന്നെ ചെയ്യും. The Lord will lead you in that wilderness. ദൈവം നമ്മളെ നടത്തുക തന്നെ ചെയ്യും ഏതവസ്ഥയിൽ. The Lord will open your eyes wide in that wilderness. നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ
ബലപ്പെടുത്തും. Shall we all stand to our feet? നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ And then we ദൈവസന്നിധിയിൽ? are going to say, Lord, let me go through this wilderness experience. I should never say no to this, but rather you fill me with your spirit. You fill me with your strength that I will be able to go through ഈ this. മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും ഇല്ല, ഞാൻ അത് എനിക്ക് വേണ്ട എന്ന് പറയാതെ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ അങ്ങന്റെ ജീവിതത്തെ ഒന്ന് നയിക്കണമേ, അങ്ങന്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് പറയുവാനിടയിൽ The Lord who called you is faithful. വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ, The Lord who called you is faithful. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. How many of you believe it? എത്ര പേർ വിശ്വസിക്കുന്നു? And he never changed, as the children recited. Jesus Christ is the same yesterday, today and forever. കുഞ്ഞു വാക്യം പറഞ്ഞതുപോലെ യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ദൈവമാണ്. He never forsake you. അവൻ ഒരു നാളും നമ്മളെ മറന്നു He പോകില്ല. never forgotten you. അവൻ നമ്മളെ ഒരിക്കലും മറന്നു കളയാതെ കൈവിടാത്തൊരു ദൈവമാണ്. Only you should say, Lord, allow me and fill me with your spirit that I'll be able to go through this wilderness. എന്നെ ആ ജീവിതത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ടി പകരണമേ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എന്നെ നടത്തണമേ എന്ന് പറയുവാനിടയായി തീരട്ടെ. Hallelujah. Shall we all open up our mouths and then say, Lord, and you encounter with me and let me have a personal connection with you and renew my heart, renew my mind, that I'll be able to continuously encounter with you. നമ്മുടെ നാവുകളെ തുറന്നുകൊണ്ട് നമുക്ക് പറയാമോ, അപ്പ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ഒരു വിൽഡർനെസ്സിന്റെ ആ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ എനിക്ക് ആ ഒരു എൻകൗണ്ടർ, ദൈവമായിട്ടുള്ള ഒരു ബന്ധം ചെയ്യുവാൻ, ആ ബന്ധത്തിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, അതിൽ എന്നെ ഒന്ന് നയിക്കുവാനിടയിൽ തീരണം. When I'm in my room, when I'm in my church, when I'm in my classroom, when I'm in my office, any places I go, Lord, you still encounter with me that I want to experience in that wilderness journey. ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഞാൻ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിലായിരിക്കാം, പഠനത്തിന്റെ സാഹചര്യങ്ങളിലായിരിക്കാം, ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ദൈവമേ അങ്ങയുമായുള്ള ഒരു ബന്ധത്തിലേക്ക് എന്നെ ഒന്ന് നയിക്കണമേ, ആ ഏത് സാഹചര്യത്തിലും അങ്ങയെ ഒന്ന് അനുഭവിച്ചറിയാൻ എന്നെ ഇടയാക്കി തീർക്കണമേ എന്ന് പറയും. Shall we all cry unto God and speak to the Lord and say, Lord, help me, and Lord, be with me, and Lord, open my eyes and help me to be thankful enough for your leading. ദൈവത്തോടൊന്ന് കരയാമോ, അപ്പ ഏത് സാഹചര്യത്തിലും അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് വേണം അപ്പ, അങ്ങേ എനിക്കൊന്ന് കാണണം അപ്പ, എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ അങ്ങ് എന്നെ നയിക്കുവാൻ ഇടയായി തീരണമെന്നൊന്ന് കരയാമോ. And with this eternal love that he will catch you and then he will bind you with his love, and therefore with that love he will take you through the land of Canaan, where you wanted to go be, where you wanted to be, and the Lord will put you in that place. Then you shall evermore praising him and you shall evermore thankful to him. ആ ദൈവസ്നേഹം അനുഭവിക്കുവാൻ, ആ ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞു നിർത്തിക്കൊണ്ട് ദൈവം നമ്മളെ ഏത് സാഹചര്യങ്ങളും, ആ കനാന്റെ സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നുപോയാലും ആ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാൻ To reach that promised land, it is necessary for all of us to go through that wilderness experience. ആ ഒരു നിത്യമായ ദേശത്തിലേക്ക്, ആ ഒരു നമ്മുടെ അവകാശത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപേ നമുക്ക് ഒരു മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. Hallelujah. Shall we all shout unto God and say, Lord, please help me, help my family, help my children, help my wife, help my husband, Lord, that we'll be able to go through this wilderness journey but never say no to it. ദൈവത്തോടൊന്ന് ഉറക്കെ നിലവിളിക്കാമോ, ഈ മരുഭൂമിയുടെ സാഹചര്യത്തിൽ കൂടെ എനിക്ക് കടന്നു പോകുവാൻ, എൻ്റെ കുടുംബത്തിന് കടന്നു പോകുവാൻ, എൻ്റെ മക്കൾക്ക് കടന്നു പോകുവാൻ ദൈവത്തിന്റെ കൃപ എനിക്ക് അനിവാര്യമാണ്. ആ മരുഭൂമിയുടെ അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നൽകണമേ എന്ന് പറയാം. Hallelujah, hallelujah, hallelujah. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. Hallelujah. Lord, you are a God who never changes, and we thank you and we praise you. അങ്ങ് മാറാത്ത ദൈവമാകിയാൽ അങ്ങേ സ്തുതിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നപ്പാ. Lord, we come in your presence as we heard your word, and help us, oh Lord, to go through this wilderness journey, and help us to realize, to have an encounter with you, and be thankful to you that you lead us, and help us, oh Lord, to open our eyes wide open to see who you are and what you are, and committing all of us into your mighty hand. In Jesus' most precious name we offer this prayer. Amen.
നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാമല്ലോ.